മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഗുരുവായൂർ തൃപ്രയാർ ക്ഷേത്ര ദർശനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ബി.ജെ.പി നേതാവ് ബി. ഗോപാലകൃഷ്ണൻ. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ക്ഷേത്രത്തിലെത്തിയപ്പോൾ പ്രവർത്തകർ കോൺഗ്രസ് കൊടികളുമായി മുദ്രാവാക്യം വിളിച്ചുവെന്നും ഇത് ആചാര ലംഘനമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകുക. ആദ്യമ പ്രതികരണം മുഖ്യമന്ത്രി 6 മണിക്ക് ശേഷം ഏതാണ്ട് 8:30 മണിയോട് കൂടിയിട്ട് VIP ദർശനം ഒഴിവാക്കിയിട്ടുള്ള സമയത്ത് പൊതുസമൂഹത്തെ പൊതുജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് VIP ദർശനം നടത്തി എന്നുള്ളതാണ്. തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ മുദ്രാവാക്യം വിളിച്ചില്ലേ? ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല എന്ന് കോൺഗ്രസ്സുകാർക്ക് അറിയില്ലേ? അത് കോൺഗ്രസ്സുകാരെ പഠിപ്പിക്കണോ? ഒരു ക്ഷേത്രത്തിനുള്ളിൽ കയറുമ്പോൾ ആ ക്ഷേത്രത്തിൽ ഷർട്ടും ബനിയനും സാധാരണ ശബരിമല ഒഴിച്ച് തൃപ്രയാർ അടക്കമുള്ള ഗുരുവായൂർ അടക്കമുള്ള ക്ഷേത്രങ്ങളുടെ ഒരു വസ്ത്രധാരണമെന്ന് പറഞ്ഞാൽ ഷർട്ടും ബനിയനും ഊരണമെന്നുള്ളതാണ്. അത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് അറിയില്ലേ? ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ധാരാളം ഹൈക്കോടതി വിധികളുണ്ട്. അതിൻ്റെയൊക്കെ ലംഘനമുണ്ടായാൽ അഡ്മിനിസ്ട്രേറ്റർക്ക് പരാതി നൽകുക. ആ പരാതിയിൽ നടപടിയെടുത്തില്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററെ പ്രതി ചേർത്തുകൊണ്ട് കോടതിയുടെ ഉത്തരവ് നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ദേവസ്വം ബെഞ്ചിനെ സമീപിക്കാം, ഹൈക്കോടതിയെ സമീപിക്കാം. അത് ഞാൻ ചെയ്യും. ഈ ക്ഷേത്രത്തിനുള്ളിൽ മുദ്രാവാക്യം വിളിച്ചിട്ട് ഇന്നലെ ആരോപണം ഉണ്ടായിരുന്നു കൊടി ഉയർത്തിയത്. തോന്നുന്നു എന്തായാലും ക്ഷേത്രത്തിനുള്ളിൽ കൊടി ഉയർത്തി, കോൺഗ്രസിന്റെ കൊടി ഉയർത്തി മുദ്രാവാക്യം വിളിച്ചു ആരോപണം അല്ലേ? ശ്രീമാഞ്ജൻ സീത ഇതിനു മുമ്പ് അഡ്വക്കേറ്റ് ബി. ഗോപാലകൃഷ്ണൻ കണ്ടത് മറ്റേ ആനയിടഞ്ഞപ്പോഴായിരുന്നു. അപ്പോൾ അന്ന് വളരെ സജീവമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പരാതി. അപ്പോൾ ഗോപാലകൃഷ്ണൻ ചേട്ടൻ നിറഞ്ഞാടുകയാണ്. എന്താണ് പക്ഷേ ഗോപാലകൃഷ്ണനെ പ്രകോപിതനാക്കിയത് ഈ വീഡിയോയുടെ തൃപ്രയാർ ഗുരുവായൂർ സന്ദർശനങ്ങളിൽ? അദ്ദേഹത്തിന് ഗുരുവായൂരിന്റെ കാര്യത്തിൽ നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായും ഗോപാലകൃഷ്ണൻ എന്തായാലും പ്രകോപിതനാണ്. അദ്ദേഹം ഇന്നലെ തന്നെ ഒരു പരാതി നൽകിയിരുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കോൺഗ്രസ് നേതാക്കൾ ഹൈബിയുടനും ഭാര്യയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ റീൽസ് ചിത്രീകരിച്ചു. ഇത് ഹൈക്കോടതി വിധിയുടെ ലംഘനമാണ്. ഇതുകൂടാതെ മറ്റൊരു കാര്യം കൂടി ബി. ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിരവധി ഓഡിയോ സന്ദേശങ്ങൾ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അപ്പോൾ തന്നെ പുറത്തു വന്നിരുന്നു. അതിൽ ചില സ്ത്രീകളുടേതുണ്ട്, അതിൽ ചില പുരുഷന്മാരും കുട്ടികളും ഒക്കെയുള്ള ആളുകളുടെ ഓഡിയോ സന്ദേശങ്ങളൊക്കെ ഉണ്ട്. അതിലവർ പറയുന്നത് 11 മണി മുതൽ 7 മണി വരെ, രാത്രി 11 മണി മുതൽ രാവിലെ 7 മണി വരെ ക്യൂ നിന്നിട്ടും പല ആളുകൾക്കും, അത് പാലക്കാട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ നിന്നടക്കമുള്ള ആളുകൾക്ക് മടങ്ങി പോകേണ്ടി വന്നു. സ്കൂൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ടാണ്, ആ ഒരു ഞായറാഴ്ച ആയതുകൊണ്ടാണ് തങ്ങൾക്ക് വരാൻ പറ്റില്ല. ആചാരലംഘനം എന്ന മട്ടിൽ പറയുന്നത് ഇതിനകത്ത് കയറി കൊടി ഉയർത്തി മുദ്രാവാക്യം വിളിച്ചെന്നാണല്ലോ. അങ്ങനെ ഉണ്ടായോ ശ്രീത്? ഹാഷ്മി, ഇന്നലെ ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ തൃപ്രയാർ ക്ഷേത്രത്തിൽ വി.ഡി. സതീശൻ അവിടെ അമ്പലത്തിൽ വന്നിറങ്ങുന്ന സമയത്ത് ആ അമ്പലത്തിന്റെ കോമ്പൗണ്ടിൽ വെച്ച് ഇത്തരത്തിൽ മുദ്രാവാക്യം വിളിക്കുന്ന തരത്തിൽ, അമ്പലത്തിന്റെ കോമ്പൗണ്ടാണെന്ന് തന്നെയാണ് ഗോപാലകൃഷ്ണന്റെ ആരോപണം. ആ കോമ്പൗണ്ടിനകത്ത് കൊടികളുമായി കോൺഗ്രസ് പ്രവർത്തകൻ ധീരാവീര VDSA എന്ന മുദ്രാവാക്യം വിളിക്കുന്നു. രണ്ടാമതും ഏറ്റുവിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രി തന്നെ വിലക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് കൊടികളുമായി ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നത് ചട്ടലംഘനമാണെന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് അറിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതിൽ കർശനമായ നടപടി വേണം. ഇത് കൂടാതെ കൃത്യമായി പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ അഡ്മിനിസ്ട്രേറ്റർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ അഡ്മിനിസ്ട്രേറ്റർക്ക് പരാതി നൽകുക മാത്രമല്ല ചെയ്യുന്നത്, അടുത്ത ദിവസം തന്നെ, തൊട്ടടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ സമീപിക്കും. റീൽസ് ചിത്രീകരണം നിയമവിരുദ്ധമാണ്. അതുപോലെ തന്നെ ആളുകളെ ബന്ദികളാക്കി മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിൽ എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മുൻപ് പറഞ്ഞിരുന്നത്, പ്രതിപക്ഷ നേതാവുന്ന സമയത്ത് പറഞ്ഞിരുന്നത് പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ചായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയായതിനു ശേഷം ഇത്തരത്തിൽ വി.ഡി. സതീശൻ അവിടെ എത്തിയപ്പോൾ ഇത്തരത്തിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചു. സുരക്ഷയുടെ പേരിൽ ആളുകളെ ഭക്തരെ ബന്ദികളാക്കി, ഭക്തർക്ക് ദർശനത്തിന് സൗകര്യം ലഭിച്ചില്ല, റീൽസ് ചിത്രീകരിച്ചു, ആചാര ലംഘനം നടത്തിയെന്ന ഗുരുതരമായ ആക്ഷേപമാണ് ഇപ്പോൾ ഉയർത്തുന്നത്. എന്തായാലും ഹൈക്കോടതിയിലേക്ക് പോകുമെന്ന് ബി. ഗോപാലകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞു. ഗോപാലകൃഷ്ണനാണ് പറയുന്നത് ഉറപ്പായും ഹൈക്കോടതിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതൊരു നിയമ പോരാട്ടത്തിലേക്ക് പോവുകയാണ്. BJP നേതൃത്വത്തിന്റെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് മാത്രമാണ് ഇനി വ്യക്തമാകേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.